നമ്മുടെ രാജ്യവും സിവിൽ സർവീസും ഒക്കെ കനത്ത വെല്ലുവിളികൾ നേരിടുന്ന ഒരു സമയത്താണ് ഏതാണ്ട് 4 ദശാബ്ദ കാലത്തെ ഒട്ടേറെ അനുഭവങ്ങളുള്ള സഖാവ് മുരളീധരൻ ഈ സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് മേഖലയിൽ സർവീസ് സംഘടനകൾക്ക് ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുന്നതിന് ഒട്ടേറെ വിലക്ക് അതിന് തുടർച്ചയായി കാണുമ്പോൾ NOPക്കുള്ള ഒരു നിരോധനം വരുന്നത്. മുൻകാലങ്ങളിലൊക്കെ തന്നെ അത് വന്നിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ പ്രാവശ്യം ഇങ്ങനെ അതിനൊരു വിലക്ക് ഏർപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഒരു അനുഭവങ്ങളുള്ള ആളുകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു സംഘടനാ പ്രവർത്തനം വളരെ ദുഷ്കരമായിരുന്ന ഒരു സമയത്താണ് സഖാവ് മുരളി ആ സംഘടനയെ നയിച്ചിരുന്നത് നമുക്കറിയാം. ഇത് ഈ ഒരു മേഖലയിൽ മാത്രമല്ല, നമ്മുടെ ഇപ്പോൾ ISRO എന്ന് പറയുന്ന സ്ഥാപനത്തിലുണ്ട് ഒക്കെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള അംഗീകാര ചട്ടങ്ങളെല്ലാം തന്നെ നടപ്പാക്കിയിട്ടും അംഗീകാരം കൊടുക്കാത്തൊരു പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ AG's ഓഫീസിലൊക്കെ തന്നെയുണ്ട് ഒരു 5 നിലയുള്ള ബിൽഡിങ്ങിൽ ഒരു 60 ക്യാമറകൾ വെച്ചുകൊണ്ട് ആളുകളുടെ ഒരു വരവും പോക്ക് പടക്കം നിരീക്ഷിക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഇത് ഒരു പരിമിതമായൊരു അവകാശം പോലുമില്ല. 1960കളിൽ ആ സമരത്തിന് ശേഷം JCM സംവിധാനം കൊണ്ടുവന്നുള്ള അതിനെല്ലാം തന്നെ ലംഘിച്ചുകൊണ്ട് ഇഷ്ടം പോലെ കാര്യം നടപ്പാക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതിനൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് ഏറ്റവും ദുഷ്കരമായിട്ടാണ് നമുക്കറിയാം. സംഘടന അംഗീകാരമില്ലെങ്കിലുള്ള പ്രവർത്തനത്തിൻ്റെ പ്രയാസങ്ങൾ അത് മറികടന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വിവിധ കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരുടെ സംഘടനകളെ ഏകോപിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു 10 വർഷക്കാലമായിട്ട് തുടർച്ചയായിട്ട് കോൺഫെഡറേഷൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലും 2022 മുതൽ സംഘടനയുടെ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി നിലയൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ഒരുപാട് കമ്മിറ്റികളിലേക്ക് പോകുമ്പോൾ നേരത്തെ ഇവിടെ പല സഖാക്കളും വിശേഷിപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെ മുരളീധരൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ വർഷം കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരുടെ ഒരു ദേശീയ സമ്മേളനം നടത്താൻ തീരുമാനിച്ചപ്പോൾ കൽക്കത്തയിൽ ആ സമ്മേളനം നടത്താൻ എല്ലാം തീരുമാനിച്ച ഏറ്റവും അവസാന ഘട്ടത്തിൽ പ്രായോഗികമായി നടത്താൻ കഴിയില്ലെന്ന് പറഞ്ഞ് മറ്റൊരു സ്ഥലത്ത് കഴിയാതിരുന്നപ്പോൾ മുരളി പറയുകയാണ് നമുക്ക് എന്തായാലും ഏറ്റെടുത്ത് നടത്താം, വളരെ ചെറിയ സമയം വേണം, രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള ആളുകൾ വരും, അങ്ങനെ വളരെ വിജയകരമായി ഏറ്റെടുത്ത് നടത്താൻ അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. അതുപോലെ GDS സമരം നേരത്തെ സൂചിപ്പിച്ചു. 17 ദിവസത്തോളം ആ സമരം നിൽക്കുമ്പോൾ രാജ്യത്താകെ GDS ജീവനക്കാർ മാത്രം സമരം ചെയ്യുമ്പോൾ ആ സമരത്തെ പിന്തുണയ്ക്കാൻ ഒപ്പം നിന്നുകൊണ്ട് ആ പണിമുടക്കിൽ സമ്പൂർണ്ണമായി എല്ലാ വിഭാഗം ആളുകളെയും അണിനിരത്തി വലിയ ടെൻഷനോടുകൂടിയാണ് ഞങ്ങൾ നിരന്തരമായ ആ സമയത്തൊക്കെ തന്നെ ബന്ധപ്പെടുമായിരുന്നു. കേരളത്തിൽ മുഴുവൻ സമയം ആ സമരം അവസാനിക്കുന്നത് വരെ തന്നെ മുഴുവൻ ജീവനക്കാരെയും GDS ജീവനക്കാരുടെ ഒപ്പം നിന്ന് പണിമുടക്കുന്നതിൽ വളരെ നിർണായകമായി പങ്കുവച്ചു. ഏറ്റവും അവസാനം GDS ജീവനക്കാരുടെ സംഘടനകൾ ഒന്നാകുന്നതിനുള്ള അതിന് മുന്നോടിയായിട്ടുള്ള നിരവധി മീറ്റിങ്ങുകൾ, ഈ അംഗീകാരം പിൻവലിക്കപ്പെട്ടതിന് ശേഷം അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ വലിയ ഒരു ക്രൈസിസ് മാനേജർ എന്ന നിലയ്ക്ക് വലിയ പ്രവർത്തനങ്ങൾ ആ സഖാവ് കാഴ്ചവെച്ചിൽ അടുത്തത് നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ AG's ഓഫീസിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു 1.5 ദശാബ്ദക്കാലമായി നടത്തുന്ന നിരന്തരമായ പ്രക്ഷോഭത്തിൽ ഏതാണ്ട് 2 സഖാക്കളെ പിരിച്ചുവിടുകയും 600-ലേറെ സഖാക്കൾക്ക് റൂൾ 16-14 ചാർജ് ഷീറ്റുകൾ കൊടുക്കുമ്പോൾ ആ പ്രവർത്തനങ്ങൾ സഹായിക്കാൻ വേണ്ടി ഓഫീസിൽ നിന്ന് സമരങ്ങൾ നടക്കുമ്പോൾ അതിനെ അഭിവാദ്യം ചെയ്യാൻ, അതിനെ പിന്തുണയ്ക്കാനൊക്കെ തന്നെ ഓരോ ദിവസവും ഒക്കെ തന്നെ ഓരോ വിഭാഗം ആളുകളെ കോർഡിനേറ്റ് ചെയ്യുന്നതിനൊക്കെ തന്നെ വലിയ പങ്കുവയ്ക്കിട്ടുള്ള ഒരു സഖാവാണ് മുരളീധരൻ. അവിടെ ഒരുപക്ഷെ ഊഹിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ ആണ് നടത്തുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം P. രാജീവിൻ്റെ ഒരു പുസ്തകം മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തതിന് അതിൽ ഭരണഘടനാ നിർമ്മാണ വേളയിൽ നടന്ന ചർച്ചകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൽ വളരെ കാഷ്വലായിട്ട് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ഓഫീസിലെ സ്ഥാപനം CAG എന്ന് പറയുന്ന ആ സ്ഥാപനത്തെ പറയുമ്പോൾ അതിൽ പറയുന്നത് അംബേദ്കർ അത് കൺക്ലൂഡ് ചെയ്ത് പറയുന്നുണ്ട്, ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ the House will ever remember that this institution will have more powers than that of the Supreme Court of India. സുപ്രീം കോടതിയേക്കാൾ പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാപനമാണ് CAGയുടെ സ്ഥാപനം. അതിൻ്റെ കീഴിലാണ് ഞങ്ങൾ വരുന്നത്. അതുകൊണ്ട് അതിന് കൂടുതൽ അധികാരങ്ങൾ നൽകണമെന്ന് പറഞ്ഞ ആ സ്ഥാപനത്തിലാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം 15 ഓഡിറ്റ് റിപ്പോർട്ടുകളാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം ഒരുപാട് അഴിമതികൾ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. 300 ഓഡിറ്റ് റിപ്പോർട്ടുകൾ വരെ നടന്ന് 2014 ഈ NDA ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പ് രണ്ടാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്തുള്ള ഒരുപാട് അഴിമതികളുമായി ബന്ധപ്പെട്ട CAG റിപ്പോർട്ടുകളാണ് അതിന് ആ ഗവൺമെൻറ്റിന് പുറത്താക്കപ്പെടാനും NDAക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞെങ്കിൽ ആ 300-ൽ നിന്ന് ഇപ്പോൾ 20 റിപ്പോർട്ടുകളായി ചുരുങ്ങിയിരിക്കുന്നു. പ്രധാനമന്ത്രി അക്കൗണ്ടന്റ് ജനറൽമാരുടെ മീറ്റിംഗിൽ പറയുന്നത് ഇത് കുറയുന്നത് നല്ലതാണെന്ന് തന്നെ ഇല്ലായി വരണമെന്നാണ്. ഫലത്തിൽ ഈ സ്ഥാപനത്തെ ഒരു നോക്കുവൃത്തിയാക്കുന്ന രീതിയിലാണ് പോകുന്നത്. പല സ്ഥാപനങ്ങളും അങ്ങനെയാണ്.
അപ്പോൾ അതൊക്കെ തന്നെ ഈ സേവന മേഖലയിൽ ഗവൺമെന്റിന് ഒരു കാര്യവുമില്ല. 1983 മാർഗരറ്റ് താച്ചർ പറഞ്ഞതുപോലെ ദ ഗവൺമെന്റ് ഹാസ് നോ ബിസിനസ് ഇൻ ബിസിനസ് എന്ന് പറയുന്ന രീതിയിൽ ഏറ്റവും കുറഞ്ഞ ഗവർണൻസ് മതി എന്നുള്ള രീതിയിൽ പോകുമ്പോൾ ആ വെല്ലുവിളികളെ നേരിടാൻ വേണ്ടിയിട്ട് ഉള്ള ഏറ്റവും ശക്തമായ പ്രവർത്തനം നടത്തേണ്ട സമയത്ത് തീർച്ചയായിട്ടും ഈ സഖാവിനെ പോലുള്ളവരുടെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള വിടപറയൽ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്ന് മാർക്ക് നഷ്ടമാണ്. പക്ഷെ മുരളീധരനടക്കമുള്ള സഖാക്കൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ലെഗസിയൊക്കെ തന്നെയുണ്ട്. അത് തീർച്ചയായിട്ടും ഈ കടമകൾ ഏറ്റെടുക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ആ കടമകൾ നിർവഹിക്കുകയാണ് ഈ സഖാവിന് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ആദരവ് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ കോൺഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ മുരളി സഖാവിന് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് അതോടൊപ്പം സഖാവ് ബിന്ദുവും കുടുംബങ്ങളിലെ അംഗങ്ങൾക്കും ഒക്കെ തന്നെ ഈ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.